എന്റെ മകൻ എന്റെ മകൻ കറങ്ങി നിൽക്കാതെ അടിക്കണം അങ്ങോട്ട്. അടിക്കടാ അടിക്കാൻ അടി. ഇവിടെ ആരുമില്ല എന്നെ ഒന്ന് രക്ഷിക്കാൻ. ഇവിടെ ആരുമില്ല എന്നെ ഒന്ന് രക്ഷിക്കാൻ. തോഴി തോഴി എന്തുവായിരുന്നു? കോഴിന്ന് പറഞ്ഞു. കോഴി എന്നല്ല പറഞ്ഞ, തോഴിന്ന് വിളിച്ചതാ. എന്താണ് രാജീവ്? രാജീവോ? രാജൻ. അതെ, എന്റെ കണ്ണിൽ എന്റെ മകൻ പാറ പൊട്ടിച്ചപ്പോ കല്ല് വന്ന് കൊണ്ട് ഒന്ന് ഊതി തരുവോ? LED വാളിന്ന് പാറ പൊട്ടിച്ചപ്പം കല്ല് വന്ന് നിങ്ങളെ കണ്ണി തെറിച്ചെന്നല്ലേ? നിങ്ങൾ എന്തൊരു മണ്ടനാണ് രാജൻ. അതാണ് എന്റെ മകൻ. എന്റെ മകൻ. ഏതാണ് ആ രണ്ട് പിള്ളേര്? അതോ, അത് ജാനകിയുടെ മക്കള്. അച്ഛനെ തിരക്കി വന്നതാണ്. അതിന് അവർ അച്ഛൻ നമ്മുടെ കൊട്ടാരത്തിൽ ഇല്ലല്ലോ. ഇല്ല, നിങ്ങൾ ഈ നാട് നീളെ നടന്ന് എന്റെ മകൻ എന്റെ മകൻ എന്ന് പറയുമ്പോ ആലോചിക്കണം, ഇതുപോലെ പിള്ളേർ തിരക്കി മീറ്റിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുമെന്ന്. എങ്കിൽ ജാനകി വന്നിട്ടുണ്ടോ? ജാനകി വന്നിട്ടില്ല. ജാനകി വന്നിട്ടില്ല. എനിക്ക് ആ പിള്ളേരെ കാണണ്ട. ആ പിള്ളേര് പാമ്പ. രാജീവ് വല്ല പെണ്ണേ രാജൻ. തോഴി, എന്താ രാജൻ? എനിക്ക് തോഴിയോട് ഒരു കൂട്ടാൻ പറയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജാവിനോട് എനിക്കൊരു പൊതിച്ചോറ്. പൊതിച്ചോറോ? കൂട്ടാനോട് തിന്നണ്ടേ? അതല്ലെന്ന്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. പറയൂ രാജൻ. എനിക്ക് തോഴിയെ കാണുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരും. എന്താണ് ഓർമ്മ വരുന്നത്? എന്റെ പഴയ കാമുകിയെ. പ്രേമൊക്കെ ഉണ്ടായിരുന്നോ? അത് നീ ഇതുവരെ മനസ്സിലാക്കിയില്ലല്ലോ. എന്റെ അടുത്തല്ല, വേറെ പ്രേമം. വേറൊരു പ്രേമം ഉണ്ടായിരുന്നു. അവള് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അവൾ വീട് വിട്ടാൽ ജോലി, ജോലി വിട്ടാൽ വീട്, വീട് വിട്ടാൽ ജോലി, അങ്ങനെ ജീവിക്കുന്ന ഒരു പെണ്ണായിരുന്നു. എന്നിട്ട് നിങ്ങൾ അവളെ കെട്ടില്ലല്ലോ? അതോ, ഈ ജോലിക്കും വീടിനും ഇടയ്ക്ക് ഒരു ഓട്ടോക്കാരൻ പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. രാജീവ് അല്ല പെണ്ണേ, രാജൻ. അതെ തോഴി, തോഴിക്ക് എന്റെ മുഖം കാണുമ്പോൾ ആരേലും ഓർമ്മ വരുന്നുണ്ടോ? കോഴിത്തരം തോന്നുന്നുണ്ട്. കോഴിത്തരവും? കോഴി അതല്ല രാജൻ, ഓർമ്മ വരുന്നുണ്ട്, ഓർമ്മ വരുന്നുണ്ട്. സൈക്കിളക്കത്തിലേക്കുള്ള സൈക്കിളിലെ ഹാൻഡിലില്ലേ, അതുപോലെ തോന്നുന്നുണ്ട്. ആ ഹാൻഡിലിൽ ഇങ്ങനെ കാസറ്റ് വള്ളി തൂങ്ങി കിടക്കൂലേ, അതുപോലെ ആ രാജന്റെ മീശ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. എന്റെ ഈ മീശ എന്റെ ഐഡന്റിറ്റിയാണ്. അതെന്തോന്ന്, ആധാർ കാർഡിൽ നിങ്ങളെ ഫോട്ടോയ്ക്ക് വരെ ഈ മീശയുടെ ഫോട്ടോ വെച്ചാണ്. അതായത് എന്നെ തിരിച്ചറിയുന്നത് ഈ മീശ വെച്ചാണ്. മീശ വെച്ച് തിരിച്ചറിയാൻ നിങ്ങൾ തരും പൂച്ചേ? അതല്ല. അങ്ങനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പകിട് കളിച്ചാലോ? പകിട് കളിക്കാനോ? പകിട് കളിക്കാൻ എനിക്ക് അറിയില്ല രാജൻ. വേണമെങ്കിൽ ക്യാരംസ് കൈ നോക്കാം. അത് നിന്നെ കണ്ടപ്പോഴേ എനിക്കറിയാം. എന്ത്? നീ കുഴി തെള്ളിയിടാൻ മിടുക്കിയ. രാജീവല്ല പെണ്ണെ, രാജാവ്. ഇങ്ങനെയാണ് നിനക്ക് ഞാൻ ശമ്പളം തരത്തില്ല. ചുമ്മാ മനസ്സിനെ സ്ഥിരമായിട്ട് ശമ്പളം തരുന്ന പോലെ. അങ്ങനാണെന്നുണ്ടെങ്കിലേ കാറ്റ് വരുന്ന സാധനം എടുത്തുണ്ടോ? എങ്ങനെ കാറ്റ് വരുന്ന സാധനം? കാറ്റ് വരുന്ന സാധനം എനിക്ക് അറിഞ്ഞൂടാ. കാറ്റ് പോയൊരു സാധനം ഇവിടെ ഉണ്ട്. എന്തി? ആ പടമായിട്ടിരിക്കുന്ന രാജന്റെ അപ്പൂപ്പൻ. അല്ലെന്ന്. പിന്നെ ആട്ടുമ്പോ കാറ്റ് വരത്തില്ലേ? ആട്ടുമ്പോ കാറ്റല്ലല്ലോ, കാട്ടുമല്ലേ തരുന്നത്. അല്ല, ഇങ്ങനെ വീശത്തില്ലേ? ഞാൻ വീശത്തില്ല. വീശ ഒരാളെ ഡെയിലി ഷാപ്പിൽ നിന്ന് വീട്ടിൽ കൊണ്ടാക്കും. അതാരാ? എന്റെ കെട്ടിയോൻ. കല്യാണം കഴിഞ്ഞല്ലേ? കല്യാണത്തിന്റെ കാര്യം എന്നോട് പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞു. നിന്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? എന്റെ ഭർത്താവ് ഒരു ചാക്ക് പഞ്ചസാരയും ഒറ്റയ്ക്ക് തല ചുമന്നുകൊണ്ട് ഒരു വരവുണ്ട് രാജൻ. അതെന്താ, നിങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ കാപ്പിക്ക് ഒരു ചാക്ക് പഞ്ചാര വേണോ? അതല്ല, യൂണിയൻ തൊഴിലാളിയാണെന്ന്. ഓഹോ, എന്നിട്ട് ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് എന്തി? പുള്ളിക്ക് ഇപ്പൊ പണിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതെന്താ? ഷുഗർ അല്ലേ? കാര്യമായി നിന്റെ ഭർത്താവ് കല്ല് ചുമക്കാൻ പോകാന്നത്. അതെന്നാ? അല്ലെങ്കിൽ എന്നെ പോലെ മൂത്രത്തിൽ കല്ല് വന്നേനെ. രാജീവ് അല്ല പെണ്ണെ, രാജൻ. രാജൻ. അതെ, ആയിരിക്കുന്ന സാധനത്തിന്റെ പേരെന്തായിരുന്നു? വെഞ്ഞാറമൂട് രായൻ. വെഞ്ഞാറമൂട് രായനോ? വെഞ്ചാമരം രാജൻ. എന്നാ അത് എടുത്തോണ്ട് വന്നത് വീശിക്കേ. അയ്യോ, വീശൻ എനിക്ക് അറിയത്തില്ല. വീശ അറിയത്തില്ലേ? അങ്ങനാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. വാ. ഇത്തരം സാഹചര്യങ്ങളിൽ ആ കൈക്ക് ഒരു കുരുവില്ല. തോഴി, എന്താ രാജൻ? വിരലുകൾ 4, വിരലുകൾ 5, മടക്കമ്പം 4, മടക്കിയാലും 5. നീ നേരെ ഈ കൈ ഒന്ന് പിടിച്ചേ. പിടിച്ച്. എന്നിട്ട് നടുക്കത്തെ 2 വിരലും മടക്കി. എന്നിട്ട് നേരെ ഇങ്ങനെ നോക്കി. ഇതെന്താണ് രാജൻ? ഇത് 1 4 3. I love you, I love you, I love you. എന്റെ ഈ ഒറ്റ കൈ കൊണ്ടുള്ള പ്രയോഗം എങ്ങനെയുണ്ട്? 2 കൈ ഞാൻ നീട്ടി ഒന്ന് തന്നാലുണ്ടല്ലോ രാജൻ 7 തന്നെ കണ്ണു തുറക്കത്തുള്ളൂ. അങ്ങനാണെന്നുണ്ടെങ്കിൽ എന്നെ ചെറുതായിട്ടൊന്ന് അടിക്കൂ. എന്തിനാ രാജൻ? എനിക്ക് 3ാമത്തെ ദിവസം എഴുന്നേക്കണം. കട്ടപ്പയുടെ വീടിന്റെ പാലുകാച്ചനുണ്ട്, അതിന് പോയേ പറ്റൂ. രാജൻ, എന്റെ കൈയുടെ ചൂടറിയുമെന്ന്. അങ്ങനാണെന്നുണ്ടെങ്കിൽ നീ എന്റെ മകന്റെ കൈയുടെ ചൂടറിയും. നിനക്ക് കാണണോ? എന്നാ കാണ്.
ഇതാണ് എന്റെ മകൻ. വീശാൻ പഠിപ്പിക്ക് രാജൻ. അത് ഞാൻ മറന്നു. നീ ഇങ്ങനെ വന്ന ഞാൻ വീശാൻ പഠിപ്പിക്കാം. ദാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വീശണം. കാറ്റുണ്ട് രാജൻ, കാറ്റുണ്ട്. എന്നാ ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയി ഇന്ന് വീശാം. കാറ്റുണ്ട് രാജൻ, ഇവിടെ കാറ്റുണ്ട്. ഞാൻ അപ്പുറത്തോട്ട് പോകാം. നമസ്കാരം റാണി. നമസ്കാരം. ആരായിരുന്നു? എന്റെ മകൻ. ഇങ്ങേരാ? അയ്യോ അതല്ലേ പറഞ്ഞത്. ഇന്ന് പിടിക്കാൻ. നീ ഏതാടാ ഈ കൊട്ടാരത്തി ലോജിക്കില്ലാത്ത കോസ്റ്റ്യൂം ഇട്ടോണ്ട് വന്നേ? സംരക്ഷകൻ. ഏത് ചാനലിൽ എത്ര മണിക്ക്? എന്തോന്നു? സംരക്ഷണം. സംരക്ഷണം എന്നല്ല പറഞ്ഞ, മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരുവാണെന്ന്. ഒന്നുകൂടെ പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരുവാണെന്ന്. ഒന്നുകൂടെ. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരുവാണെന്ന്. കോഴി. എന്താ രാജൻ? ഈ സാധനത്തിന്റെ പേര് എന്തായിരുന്നു? പെഞ്ചാമരം. ഇതിന് നമുക്ക് ആവശ്യമില്ല. വേണ്ടേ? ഇതിനെക്കാട്ടിലും കിടുക്ക് കാറ്റ് കിട്ടുന്ന ഒരു സാധനം ഞാൻ എവിടുന്ന് വരുമെന്നാ പറഞ്ഞേ? മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരുവാണെന്ന്. കിട്ടിയായിരുന്നു. കിട്ടിയായിരുന്നു. ഒരു ഐസ് കട്ട വയലിട്ട് പറയാമോ? ഈ AC-യുടെ ഫീല് കിട്ടാനാ. താനൊരു കാര്യം വിളിക്കാം, തന്റെ താളത്തിനൊത്ത് തുള്ളാൻ വന്ന ആളല്ല ഞാൻ. എന്നാ ഇയാൾ ഒരു താളം പറ, നമ്മൾ ഒരുമിച്ച് ഞാനൊരു സ്ട്രേറ്റ് ഫോർവേഡ് ഓഫീസറാണ്. സ്ട്രേറ്റ് ഫോർവേഡ് ഓഫീസറാണെന്ന്. തോഴി. എന്താ രാജൻ? അവൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. എന്താ പറഞ്ഞ? എനിക്ക് മനസ്സിലായില്ല. എന്തോ അത്? അതറിയായിരുന്നു, ഞാൻ ഇവിടെ കിടന്ന് തൂക്കുവായിരുന്ന. കണക്കാണല്ലോ. ഇനി വന്നേ. ഇത് പഴയ രാജഭരണ കാലമായിട്ടാണ്. CBC സിലബസ് ആയിരുന്നു. ഞാൻ കറക്റ്റ് പിടിച്ചാൻ. എന്തായിരുന്നു പറഞ്ഞത്? പൽവാൽ ആരാണ്? എന്റെ മകൻ. പുള്ളിക്കെതിരെ കേസുണ്ടേ. എന്നാ ഇവിടെ മകൻ. അല്ല നിന്റെ മകൻ. എന്റെ മകൻ. അവ ആരേലും മകനായിട്ടോ? നിനക്കെന്താടാ? പൽവാൽ ആരുടെ മകനാണ്? ഞാൻ ഒരു സത്യം പറഞ്ഞ നീ വിശ്വസിക്കുവോ? എന്ത്? അവൻ അനാഥനാണ്. അനാഥൻ? അപ്പൊ തന്റെ മോനോ? ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്നപ്പോ 2 പിള്ളേർ നിന്നില്ലേ, സുരേഷും സുഭാഷും. അതാണ് എന്റെ മക്കൾ, എന്റെ ജാനകിയുടെ മക്കൾ, എന്റെ മക്കൾ. അയ്യോ അങ്ങോട്ട് പോണ്ട, പണി കിട്ടും. എന്റെ മക്കൾ, എന്റെ മക്കൾ. വീട് മാറിപ്പോയതാണ്. എന്റെ മക്കൾ. അയാൾ നോണയാണ് സാറേ പറയുന്നത്. അത് അയാളെ മോൻ തന്നെ. പുലിവാലി. പുലിവാല? എലിവാലി. എലിവാല? അല്ല, പൽവാല്. ഇനി വന്നേ ഇവിടെ വാ. DNA ചെയ്താലും അത് നിങ്ങളെ മോൻ തന്നെ. നീ എന്നെ ചർച്ചെന്നാ പറഞ്ഞത്. ഇങ്ങോട്ട് കേറി. എന്താ? പൽവാൽ ആരുടെ മകനാണ്? എന്റെ മകൻ. അവിടെ മക്കൾക്കൊക്കെ ആരെങ്കിലും പൽവാൽ എന്ന് പേരിട്ട് കൊടുക്കും. അയ്യോ സംഭവം എന്താണെന്നറിയോ? ചെറുപ്പത്തിൽ ഈ പല്ലിയില്ലേ, കോർസ് ഇടണ്ട, ഞാൻ പറഞ്ഞോളാം. ഈ പല്ലിയുടെ പുറകെ ഈ ചെറുക്കൻ പോവായിരുന്നു. എന്നിട്ട് ഈ മുറിഞ്ഞു വീണ വാലുണ്ടല്ലോ പല്ലിയുടെ, അതെടുത്തോണ്ട് അവൻ വീട്ടിൽ വരും. അതിന് കൂട്ടുകാരെല്ലാം കൂടി അവനെ പല്ലിവാല എന്ന് വിളിച്ചു. ഞാനത് ഷോർട്ടാക്കി പൽവാലാക്കി. അപ്പൊ തന്റെ പേരെന്തോ? എന്റെ പേര് കിടുക്ക് പേരല്ലേ? അല്ല പറ. ബ്രിഡ്ജ് ഇല്ല. അപ്പൊ തോണി ഉണ്ടോ അവിടെ? അതല്ല, ഫ്രിഡ്ജ് ഇല്ല. കറണ്ട് ഇല്ലേ അവിടെ? എന്റെ പേരെന്ത് വരുന്നു? പിച്ചാല. അതൊന്ന് മീറ്റർ എന്ന് പറഞ്ഞേ. പിച്ചാല. ഇതാണ് എന്റെ പേര്. എന്തുവായാലും തന്റെ മകൻ 8 വർഷം തടവുണ്ട്. 8 വർഷം വേണ്ട, 1 വർഷം തടവേ മതി. ഇതൊന്നും വരും. അതല്ലെന്ന് ഞാൻ പറഞ്ഞ. തന്റെ മകനെ ഞങ്ങളാണ്ട് സ്റ്റേഷനിൽ പിടിച്ചിടുവെന്നാ പറഞ്ഞു. അതവനെ കൊണ്ടുപോകാനുള്ള പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ? പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ട് അവനെന്തോടാ നെയ്യപ്പമാണ്? അതല്ല, പിന്നെ നിങ്ങളുടെ കൈ തെളിവ് വല്ലതും ഉണ്ടോ? തെളിവുണ്ടോന്ന്? എടോ തന്റെ മകനുണ്ടല്ലോ, ദ്രോഹിച്ചൊരു മൃഗമുണ്ടല്ലോ, അതിന്റെ മൊഴി എന്റെ കയ്യിലുണ്ട്. ഓഹോ, ഒന്നൊന്ന് കാണിച്ചേ. നാണ്ട കണ്ട? ഈ തെളിവില്ല. അതെന്ത് തെളിവുണ്ട്? ഈ തെളിയുന്നില്ല. നീ ബ്രൈറ്റ്നസ് കൂട്ടറേ. അങ്ങനെ കാണിക്കണം. സാറേ, വയലില് പുല്ലിന്നുകൊണ്ടിരുന്നപ്പം ബാഹുബലിയിൽ ഒരു ചാൻസ് തരാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയാണ് സാറ്. ഡോപ്പ് പോലും ഇല്ലാതെ എന്നെ കറക്കി എടുത്ത് മൂട് കറക്കി ഇടിച്ച്. എനിക്ക് നീതി വേണം സാറേ. കേട്ടോ, തന്റെ മകനെ ഞാൻ പൊക്കും, അവനെ കൊണ്ട് അഴി എണ്ണിപ്പിക്കുകയും ചെയ്യും. തോഴി. എന്താ രാജൻ? നീ എന്താണ് പറഞ്ഞത്? ഞാനാണ് മണ്ടനെന്നല്ലേ? അതെ. എന്നെക്കാട്ടിലും വലിയൊരു മണ്ടനെ നിനക്ക് കാണണം. എവിടെ? ഞാനാ? അയാള് മണ്ടനാ? കുറച്ചു മുമ്പേ ആ LED പാളിന്ന് പാറക്കല്ല് വന്ന് വീണെന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞില്ലേ ഞാനാ മണ്ടനെന്ന്? ഇപ്പൊ ഇവിടുത്തെ ഗ്രാഫിക്സുകാരെ കൊണ്ട് ഒരു കാളയും ചെയ്യിപ്പിച്ചോണ്ട് വന്ന ഇവനല്ലേ എന്നെക്കാട്ടിലും ശരിക്കും മണ്ടൻ. രാജീവ് അല്ല പെണ്ണെ, രാജേഷ്. ഞാൻ കളിക്കുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഒന്നും പറ്റത്തില്ല. എന്റെ മകൻ ഒന്നുമല്ല. പോടേ നീ പണി. ശ്രീവിദ്യ പറഞ്ഞ പോലെ ഒരു അൺടോൾഡ് സ്റ്റോറി. നല്ലതായിരുന്നു ഈ സ്റ്റോറി. കിടിലായിരുന്നു, ഒരുപാട് ചിരിക്കാണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി നിന്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. അല്ലേ ചേച്ചി? നല്ലൊരു ക്യൂട്ട് ഒരു അമ്പിളിക്കുട്ടൻ അപ്പൻ. അപ്പളിക്കുട്ടന്റെ അപ്പൻ. നല്ല ഷൈൻ സൂപ്പർബായി ചെയ്തു. നല്ല ബോഡി ലാംഗ്വേജ്, നല്ലത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു സ്കിറ്റിൽ കുറെ ദിവസം കഴിഞ്ഞിട്ട് ശരത്ത് ഷൈൻ ചെയ്യാൻ സമ്മതിച്ചു. യൂഷ്വലി ശരത്ത് ആണ് മെയിൻ ക്യാരക്ടർ എടുക്കുക, പക്ഷെ ഷൈൻ യു ഡിഡ് എ ഫാന്റാസ്റ്റിക് ജോബ്. വെരി ഗുഡ്.
ആൻഡ് ഐശ്വര്യ ഗുഡ് ഗുഡ് ഗേൾ. Keep it up. നല്ലൊരു സ്റ്റോറി ആയിരുന്നു, നല്ല സ്റ്റോറി. Alright. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളതാണ്. വാ. പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എന്റെ 40 പറ. എന്റെ Alright. അപ്പൊ എന്തായാലും ബാങ്ക് ഓഫ് ബോംബെ റെഡി പൈസ ഇട്ട് കൊടുക്കണം മാഡം ജി.